the laws of chemical combinations. Okay, so we need to see there are different laws are there regarding the chemical combination. അതിൽ ആദ്യത്തെ ലോ എന്ന് പറയുന്നത് ലവോയ്സിയർ പ്രപ്പോസ് ചെയ്ത ലോ ആണ്. ലവോയ്സിയർ പ്രപ്പോസ് ചെയ്ത ലോ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഇസ് ശരിക്കും നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നിങ്ങൾക്ക് അറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ മാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൽ പറയുന്നത്. ഈ ലോ പ്രപ്പോസ് ചെയ്തത് ആന്റോൺ ലാവോയ്സിയർ ആണ്. ലാവോയ്സിയർ 1789 ഈ ലോ വന്നേക്കുന്നത്. അതായത് മാസ് ക്യാൻ അല്ലെങ്കിൽ മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഓക്കെ, അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല, മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഒരു കെമിക്കൽ റിയാക്ഷനിൽ അതായത് ഇപ്പോൾ നമ്മൾ റിയാക്റ്റൻറ്റ് ഗിവ്സ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു 10 gram റിയാക്റ്റൻ്റ് എടുത്താൽ നമുക്ക് പ്രോഡക്റ്റ് സൈഡിൽ എത്ര തന്നെ വരണം? 10 gram തന്നെ വരണം. അല്ലാതെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറഞ്ഞിട്ട് പ്രോഡക്റ്റ് സൈഡിൽ 9 gram കിട്ടിക്കഴിഞ്ഞാൽ റിയാക്ഷൻ കറക്റ്റ് അല്ല. ഓക്കെ, അപ്പോൾ അതാണ് എന്തിൽ പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഈസ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് ആണ്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് പ്രപ്പോസ് ചെയ്തത് ഒരു ഫ്രഞ്ച് കെമിസ്റ്റ് ആണ്, ദാറ്റ് ഇസ് ജോസഫ് പ്രോസ്റ്റ്. ജോസഫ് പ്രോസ്റ്റ് എന്ന് പറയുന്ന ഫ്രഞ്ച് കെമിസ്റ്റ് ആണ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് പ്രപ്പോസ് ചെയ്തത്. പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെൻറ്റ്സ് ബൈ വെയ്റ്റ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാട്ടർ ഞാൻ കൺസിഡർ ചെയ്യുവാണ്. വാട്ടർ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിനെ ഞാൻ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും വാട്ടറിലുള്ള ഹൈഡ്രജൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ? 1 × 2 ദാറ്റ് ഇസ് 2. ഓക്സിജൻ്റെത് 16 ആണ്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:8 ആണ്. അതായത് ഹൈഡ്രജനും ഓക്സിജനും 1:8 റേഷ്യോയിൽ കമ്പൈൻ ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? വാട്ടർ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും എലമെൻ്റ് ആയിരിക്കും കിട്ടുക. അതായത് ഈ റേഷ്യോ അല്ലെങ്കിൽ ഈ പ്രൊപ്പോർഷൻ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എലമെൻറ്റും എന്ത് ചെയ്യും? മാറിപ്പോവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് വെച്ചാൽ അതിൽ ശരിക്കും ഒരു കോമ്പൗണ്ടിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനിലും പറയുന്നത്. എന്താണത്? അതായത് എലമെൻറ്റ്സ് കമ്പൈൻ ഇൻ എ ഫിക്സ്ഡ് റേഷ്യോ അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള പ്രൊപ്പോർഷനിൽ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ കോമ്പൗണ്ട് കിട്ടും. അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിൽ എപ്പോഴും അതിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ ആ പ്രൊപ്പോർഷൻ ഓഫ് എലമെൻറ്റ്സ് ബൈ വെയിറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാട്ടർ തന്നെ നമുക്ക് പല പല സോഴ്സിൽ നിന്ന് വാട്ടർ അവൈലബിൾ ആണ് അല്ലേ? വാട്ടർ ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം വെൽ, നമുക്ക് വെല്ലിൽ നിന്ന് വാട്ടർ എടുക്കാം, അല്ലെങ്കിൽ ടാപ്പ് വാട്ടർ ഉണ്ടാവും, റിവർ വാട്ടർ ഉണ്ടാവും, സ്പ്രിംഗ് വാട്ടർ ഉണ്ടാവും. അങ്ങനെ പല പല സോഴ്സസിൽ നിന്ന് നമുക്ക് വാട്ടർ കിട്ടും. അപ്പോൾ ഇതിൽ ഏത് സോഴ്സിൽ നിന്ന് എടുത്താൽ അല്ലെങ്കിൽ ഏത് ഇപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തുനിന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിൽ പോയിട്ട് ഇപ്പോൾ എവിടെ നിന്നാണെങ്കിലും നമ്മളിപ്പോൾ വാട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടറിൻ്റെ ഫോമുല എന്ത് തന്നെയാണ്? H2 ആണ്. റെസ്പെക്റ്റീവ് ഓഫ് എ സോഴ്സ് വാട്ടർ ഇസ് H2O. അപ്പോൾ അവിടെ H2O എന്ന് പറയുന്നത് എങ്ങനെയാണ് അവർ മാസ് വെച്ചിട്ട് കമ്പൈൻ ചെയ്തേക്കുന്നത്? ഹൈഡ്രജനും ഓക്സിജനും 1:8 റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ വാട്ടർ എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ അതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനിൽ പറയുന്നത്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പ്രപ്പോസ് ചെയ്തേക്കുന്നത് ജോസഫ് പ്രോസ്റ്റ് ആണ്. അതിൽ ജോസഫ് പ്രോസ്റ്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെൻറ്റ്സ് ബൈ വെയ്റ്റ്. ഓക്കെ, അപ്പോൾ എലമെൻസിൻ്റെ സെയിം പ്രൊപ്പോർഷൻ ആയിരിക്കും ആ ഗിവൺ കോമ്പൗണ്ടിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ സോഴ്സ് നമ്മൾ പരിഗണിക്കാതെ തന്നെ അതിനകത്ത് എന്തുണ്ടാവും? സെയിം എലമെൻറ്റ്സ് സെയിം പ്രൊപ്പോർഷനിൽ തന്നെ കമ്പൈൻ ചെയ്താണ്. അതിൽ മാസിൻ്റെ സെയിം പ്രൊപ്പോർഷൻ ആയിരിക്കും. അതാണ് നമ്മളിവിടെ എക്സാമ്പിളായിട്ട് ചെയ്തത്. ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും മാസിൻ്റെ പ്രൊപ്പോർഷൻ എടുത്തിട്ട് വാട്ടറായിട്ട് കമ്പൈൻ ചെയ്യുന്ന കാര്യം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഇനി നെക്സ്റ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ് ആണ്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പ്രപ്പോസ് ചെയ്തത് ഡാൽട്ടൺ ആണ്, ജോൺ ഡാൽട്ടൺ ഇൻ 1803. ഇപ്പോൾ ജോൺ ഡാൽട്ടൺ ആണ് ഈ പറഞ്ഞ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ്റെ ലോ പ്രപ്പോസ് ചെയ്യുന്നത്. ഈ ലോ അനുസരിച്ചാണെങ്കിൽ ഇഫ് 2 എലമെൻറ്റ്സ്, അതായത് ഇപ്പോൾ സെയിം 2 എലമെൻറ്റ് തന്നെയാണ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ വാട്ടർ ആൻഡ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിലാണെങ്കിലും വാട്ടറിലാണെങ്കിലും അവിടെ കമ്പൈൻ ചെയ്യുന്ന എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനുമാണ്. ഓക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡിൽ നമ്മൾ വെയ്റ്റിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ വാട്ടറിൻ്റെ റേഷ്യോ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് 2:16, ദാറ്റ് മീൻസ് 1:8 ആണ്. ഓക്കെ, ഇനി ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഹൈഡ്രജൻ 2 തന്നെയാണ്, പക്ഷേ ഇവിടെ 16 × 2 വരും, ദാറ്റ് ഇസ് 32. അപ്പോൾ ഈ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:16 ആണ്
ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ കേസിൽ കിട്ടുക. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി ആ റേഷ്യോ കുറച്ചൊന്ന് മാറിയപ്പോൾ, അതായത് ഹൈഡ്രജനും ഓക്സിജനും തന്നെയാണ് രണ്ടിലും വരുന്ന എലമെൻറ്റ്സ്, പക്ഷേ ഫസ്റ്റിൽ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തത് 1:8 റേഷ്യോയിലാണ്, സെക്കൻഡിൽ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തത് 1:16 റേഷ്യോയിലാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തേന്ന് ആ റേഷ്യോ കുറച്ചൊന്ന് മാറിയപ്പം തന്നെ നമുക്ക് കിട്ടിയ കോമ്പൗണ്ടേ മാറിപ്പോയി. വാട്ടറുമായിട്ട് യാതൊരു പ്രോപ്പർട്ടീസിൽ സാമ്യം ഇല്ലാത്ത കോമ്പൗണ്ടാണ് നമുക്ക് കിട്ടിയത്, ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ഹൈഡ്രജൻ്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞതാണ് വാട്ടറും ഹൈഡ്രജൻ പെറോക്സൈഡും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവിടെ പഠിച്ചത്. അപ്പോൾ രണ്ടിനും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും ഒക്കെ ഡിഫറെൻ്റ് ആണെന്ന് അവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് ആ ലോയിലെ ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. കണ്ടോ, ഇഫ് 2 elements can combine to form more than one compound. ഇവിടെ 2 എലമെൻസിന് മോർ ദാൻ 1 കോമ്പൗണ്ട് ഫോം ചെയ്യാൻ പറ്റിയില്ലേ. മാസസ് ഓഫ് 1 element that combines with the fixed mass of other element. ഇവിടെ ഫിക്സ്ഡ് മാസ് ആയിട്ടിരിക്കുന്ന ആൾ ഹൈഡ്രജൻ ആണ്. കണ്ടോ, രണ്ട് കേസിലും ഹൈഡ്രജൻ്റെ മാസാണ് ഫിക്സ്ഡ്. ഹൈഡ്രജൻ്റെ മാസ് 2 തന്നെയാണ് രണ്ടിലും. കണ്ടോ, ഇനി മാസ് മാറിയത് ആരുടെയാണ്? ഓക്സിജൻ്റെതാണ്. ഓക്കെ, സോ മാസസ് ഓഫ് 1 element that combines with the fixed mass of other element are in the ratio of small whole numbers. അപ്പോൾ ഇവിടെ ഫിക്സ്ഡ് മാസ് വെച്ചിട്ട് ഫിക്സ്ഡ് മാസ് ഉള്ള ഒരു എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന മറ്റേ എലമെൻറ്റിൻ്റെ മാസസ്. അപ്പോൾ ഇതിൽ ആദ്യത്തേൽ ഹൈഡ്രജൻ, വാട്ടറിൽ ഓക്സിജൻ്റെ മാസം എന്ന് പറഞ്ഞാൽ 16 ആണ്, ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഓക്സിജൻ്റെ മാസം എന്ന് പറഞ്ഞാൽ 32 ആണ്. ഓക്കെ, അപ്പോൾ ഈ 16ൻ്റെയും 32ൻ്റെയും റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:2 ആണ്. അല്ലെങ്കിൽ ഈ 8ൻ്റെയും 16ൻ്റെയും റേഷ്യോ എടുക്കുമ്പോൾ കിട്ടുന്നത് 1:2 ആണ്. അപ്പോൾ അതാണ് ഈ ലോയിൽ പറയുന്നത്, സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് ലോ, ഇഫ് 2 elements ക്യാൻ കമ്പൈൻ ടു ഫോം മോർ ദാൻ 1 കോമ്പൗണ്ട്, 2 എലമെൻസിന് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ ദ മാസസ് ഓഫ് 1 element ദാറ്റ് കമ്പൈൻ വിത്ത് എ ഫിക്സ്ഡ് മാസ് ഓഫ് അതർ എലമെൻറ്റ് ആർ ഇൻ ദ റേഷ്യോ ഓഫ് സ്മോൾ ഹോൾ നമ്പർ. അപ്പോൾ ഇതിനകത്ത് ഫിക്സ്ഡ് മാസുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന എലമെൻറ്റിൻ്റെ അത് കൂടെ നിൽക്കുന്ന മറ്റേ എലമെൻറ്റിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഏതാണോ ഇവർ വേരി ചെയ്തത് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയത്, ആ മാസ് ഓക്സിജൻ്റെ മാസമാണ്. ഓക്സിജൻ ആദ്യത്തേൽ 16 ആയിരുന്നു മാസം എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തേൽ 32 ആണ്. അപ്പോൾ 16ൻ്റെയും 32ൻ്റെയും റേഷ്യോ ഒരു സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ അല്ലേ, 1:2. അപ്പോൾ അതാണ് ഈ ലോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലോ പ്രപ്പോസ് ചെയ്ത ആരാ? ജോൺ ഡാൾട്ടൺ ആണ് കേട്ടോ. അപ്പോൾ അതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻസ്. ഓക്കെ, അപ്പോൾ ഇത് തന്നെ നമുക്ക് അടുത്തൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ മോണോക്സൈഡിലും കാർബൺ ഡയോക്സൈഡിലും കാർബണും ഓക്സിജനുമാണ് രണ്ടിലും കമ്പൈൻ ചെയ്തേക്കുന്നത്. ഇവിടെ കാർബണിൻ്റെത് 12 ആണ്, ഓക്സിജൻ്റെത് 16 ആണ്. അപ്പോൾ 3:4 ആണ് കാർബൺ മോണോക്സൈഡിലെ റേഷ്യോ. ഇനി കാർബൺ ഡയോക്സൈഡിലും കാർബൺ 12 ആണ്, പക്ഷേ ഓക്സിജൻ ഇവിടെ 32 ആയി. അപ്പോൾ 3:8 ആണ് കാർബൺ ഡയോക്സൈഡിലെ റേഷ്യോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഫിക്സ്ഡ് മാസിലിരിക്കുന്നത് കാർബൺ ആണ്. ഇനി അതർ വൺ ആരാ? ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ്റെ രണ്ടിലുള്ള റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ അല്ലേ കിട്ടുക, അതായത് 4:8. ദാറ്റ് മീൻസ് 1:2. ഓക്കെ, അപ്പോൾ ഫിക്സ്ഡ് അല്ലാതിരിക്കുന്ന ആളിൻ്റെ 2 കോമ്പൗണ്ട്സിലെയും മാസസിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്കൊരു സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ കിട്ടും എന്നാണ് ഈ മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 ലോസുമാണ് ഇതിലെ ബേസിക് ലോസ് ഓഫ് കെമിക്കൽ കോമ്പോസിഷൻ. അതായത് ഫസ്റ്റ് വൺ പറയുന്നത് മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. സെക്കൻഡ് ലോ, അതായത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ പറയുന്നത് ദ കോമ്പൗണ്ട് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എലമെൻറ്റ്സ് കമ്പൈനിങ് ഇൻ എ ഫിക്സ്ഡ് റേഷ്യോ, അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് പ്രപ്പോർഷനിൽ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് സെക്കൻഡ് ലോയിൽ പറഞ്ഞു. തേർഡ് ലോയിൽ, അതായത് നമ്മുടെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷനിൽ പറഞ്ഞത് if 2 elements can combine to form more than one compound, the masses of one element that combine with a fixed mass of other element are in the ratio of small whole numbers. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ലോസ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയൂംസ് ആണ്. അതായത് അത് ഗേ-ലുസാക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 1808 പറഞ്ഞ ലോയാണ്. ഓക്കെ, he observed that when gases combine or are produced in a chemical reaction, they do so in a simple ratio by volume, provided all the gases are at the same temperature and pressure. അപ്പോൾ ഇവിടെ നമ്മൾ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് വി ആർ കീപ്പിംഗ് ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കോൺസ്റ്റൻറ്റ് ഹിയർ. അപ്പോൾ നമ്മളിവിടെ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് റിയാക്ഷൻ ചെയ്യുവാണെന്ന് വിചാരിക്കുക. ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ കോൺസ്റ്റൻറ്റ് ഹിയർ. നമുക്ക് വാട്ടറിൻ്റെ ഫോർമേഷൻ വേണമെങ്കിൽ നോക്കാം. H2 + O2 gives H2O. അപ്പോൾ ആ റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം 2H2
പ്ലസ് O2 ഗീവ്സ് 2H2 എന്നുള്ളതായിട്ട് അല്ലേ. ഇവിടെ 10 വോളിയം ഓഫ് ഹൈഡ്രജൻ ആണെന്നുണ്ടെങ്കിൽ 5 വോളിയം ഓഫ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് 10 വോളിയം ഓഫ് വാട്ടർ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ഇതൊരു സിമ്പിൾ റേഷ്യോ, നമുക്ക് ഈ മോൾസ് എഴുതുന്ന പോലെ തന്നെ ആരുമായിട്ട് ഒരു റേഷ്യോ ഉണ്ടാവും. നമ്പർ ഓഫ് മോൾസ് വെച്ചിട്ടും അല്ലെങ്കിൽ വോളിയം വെച്ചിട്ട്, നമ്പർ ഓഫ് മോൾസ് വെച്ചിട്ട് ഒരു റേഷ്യോ ഉള്ളതുപോലെ വോളിയം വെച്ചിട്ട് ഗ്യാസസിനൊരു റേഷ്യോ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ രണ്ടുപേരും, അതായത് 2 ഹൈഡ്രജൻ ഒരു ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് വാട്ടർ ഉണ്ടാകുന്നത്. അതുപോലെ 2 ലിറ്റർ ഹൈഡ്രജന് കമ്പൈൻ ചെയ്യാൻ എത്ര ലിറ്റർ ഓക്സിജൻ വേണ്ടി വരും? 1 ലിറ്റർ. അതായത് എത്ര ഹൈഡ്രജൻ ഉണ്ടോ അതിൻ്റെ പകുതിയാണ് ഇവിടെ എന്ത് ആവശ്യം? ഓക്സിജൻ ആവശ്യം. അപ്പോൾ അത് ആ മോൾ വെച്ച് നമ്മൾ റിലേറ്റ് ചെയ്തതുപോലെ തന്നെ എന്ത് വെച്ചും റിലേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ വോളിയം വെച്ചിട്ടും റിലേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി 100 ml ഹൈഡ്രജൻ ആണ് നമുക്കുള്ളതെങ്കിൽ അതുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര ml ഓക്സിജൻ വേണ്ടി വരും? 50 ml. എന്നിട്ട് നമുക്ക് എത്ര കിട്ടും? 100 ml വാട്ടർ വേപ്പർ കിട്ടും. ഓക്കെ, 3 പേരും ഗ്യാസസ് ആണ് ഇവിടെ. അപ്പോൾ ഗ്യാസസ് സെയിം കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കീപ്പ് ചെയ്തതിന് ശേഷം റിയാക്ട് ചെയ്യുമ്പോൾ അവരെപ്പോഴും റിയാക്ട് ചെയ്യുന്നത് ഒരു വോളിയത്തിൻ്റെ ഒരു സിമ്പിൾ റേഷ്യോയിലാണെന്നാണ് പറയുന്നത്. Okay, so gases combine or are produced in a chemical reaction in a simple ratio by volume, provided all gases are at the same temperature and pressure. Okay, അപ്പോൾ അവരെപ്പോഴും കമ്പൈൻ ചെയ്യുന്നത് വോളിയത്തിൻ്റെ ഒരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും എപ്പോൾ ടെമ്പറേച്ചറും പ്രഷറും സെയിം ആയിട്ടിരിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ലോയെ എന്തെന്ന് പറയുക? ഗേ-ലുസാക്സ് ലോ എന്ന് പറയുന്നത്. The next law is അവഗാഡ്രോ ലോ. അപ്പോൾ അവഗാഡ്രോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഈ ലോ പ്രപ്പോസ് ചെയ്യുന്നത് 1811 അപ്പോൾ അവഗാഡ്രോ പറഞ്ഞത്, നമ്മൾ അവഗാഡ്രോ ലോ ഓൾറെഡി സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ചാപ്റ്ററിൽ നോക്കിയതാണ്. അപ്പോൾ അതൊന്നുകൂടി പറയുന്നതേ ഉള്ളൂ. അവഗാഡ്രോ പ്രപ്പോസ്ഡ് ദാറ്റ് ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഷുഡ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ നമ്മൾ അവിടെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അതായത് V is directly proportional to N എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ നേരത്തെ ലോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ STP എന്ന് പറയുന്നൊരു കണ്ടീഷനും പറഞ്ഞു. അതായത് ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ 1 മോൾ ഗ്യാസ് ഓക്യുപ്പൈ ചെയ്യുന്നത് 22.4 ലിറ്റേഴ്സ് ആണെന്ന് പറഞ്ഞു. അതായത് 1 അറ്റ്മോസ്ഫിയർ പ്രഷറിലും 273 കെൽവിൻ ടെമ്പറേച്ചറിലും 1 മോൾ ഓഫ് ഓൾ ഗ്യാസസ്, എല്ലാ ഗ്യാസിൻ്റെയും 1 മോൾ ഓക്യുപ്പൈ ചെയ്യുന്നത് 22.4 ലിറ്റേഴ്സ് ആണെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ പുതിയ STP എന്താ? 1 ബാർ പ്രഷറും 273 കെൽവിൻ ടെമ്പറേച്ചർ. ആ കണ്ടീഷനിൽ 1 മോൾ ഓഫ് ഓൾ ദ ഗ്യാസസ് വിൽ ബി ഓക്യുപ്പൈയിങ് 22.7 ലിറ്റേഴ്സ് ഓഫ് വോളിയം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇതിലിപ്പം ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് 80s ലാസ്റ്റിൽ തന്നെ 1980s ലാസ്റ്റിൽ തന്നെ IUPAC തിരുത്തി ഇതാക്കിയിട്ടുണ്ട് STP എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇപ്പോഴും ചില കോമ്പറ്റേറ്റീവ് എക്സാംസിൽ 1 അറ്റ്മോസ്ഫിയറിൻ്റെ വാല്യൂ 22.4 വെച്ചിട്ടാണ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 2 മനസ്സിലാക്കി വെച്ചേക്കുക. ക്വസ്റ്റ്യൻ്റെ ട്രെൻഡ് പോലെ അത് അക്സെപ്റ്റ് ചെയ്ത് എഴുതുക. പക്ഷേ ഇപ്പോൾ ശരിക്കും IUPAC അംഗീകരിച്ച് NCERTയും തിരുത്തിയിട്ടുണ്ട്. NCERTയുടെ ടെക്സ്റ്റിൽ നോക്കിയാലും ഇപ്പോൾ ഇത് തന്നെയാണ് STP, ഈ രണ്ടാമത്തെ കണ്ടീഷൻ. അതായത് 1 ബാറും 273 കെൽവിനും ആയിരിക്കുമ്പോൾ 1 മോൾ ഓക്യുപ്പൈ ചെയ്യുന്നത് 22.7 ആണെന്നുള്ളതാണ് ഇപ്പോഴും അംഗീകരിച്ചിട്ടുള്ള STP എന്ന് പറഞ്ഞാൽ. അത് NCERTയിലും അതുപോലെ ഉണ്ട്. ചില ക്വസ്റ്റ്യൻസിൽ തിരിച്ച് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് എനിക്ക് രണ്ടും പറഞ്ഞു തന്നെ ഞാൻ. ഓക്കെ, എന്തുകൊണ്ടാണ് 1 അറ്റ്മോസ്ഫിയറും 273 കെൽവിനും വന്നപ്പോൾ 1 മോൾ 22.4 ഓക്യുപ്പൈ ചെയ്തതും 1 ബാർ വന്നപ്പോൾ അത് കുറച്ചുകൂടി കൂടി 22.7 ആയെന്നും ചോദിച്ചു കഴിഞ്ഞാൽ 1 അറ്റ്മോസ്ഫിയറിനേക്കാളും കുറച്ച് കുറവാണ് 1 ബാർ പ്രഷർ എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ പ്രഷർ കുറച്ച് കുറയുമ്പോൾ എന്ത് ചെയ്യും? വോളിയം കുറച്ച് കൂടും. അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 1 അറ്റ്മോസ്ഫിയറും 273 കെൽവിനും എടുക്കുമ്പോൾ 1 മോൾ ഓഫ് എ ഗ്യാസ് വിൽ ബി ഓക്യുപ്പൈയിങ് 22.4 ലിറ്റേഴ്സ്. ഇനി 1 ബാറും അതുപോലെ 273 കെൽവിനും എടുക്കുമ്പോഴത്തേക്കും 1 മോൾ ഓഫ് എ ഗ്യാസ് വിൽ ബി ഓക്യുപ്പൈയിങ് 22.7 ലിറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻ മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ ഈ ലോ പ്രപ്പോസ് ചെയ്തത് അവഗാഡ്രോ ആണ്. ഓക്കെ, അപ്പോൾ സെയിം ടെമ്പറേച്ചറും പ്രഷറും ആയിരിക്കുമ്പോൾ എല്ലാ ഗ്യാസസിൻ്റെയും എല്ലാ ഗ്യാസസും എന്താ ചെയ്യുക? ദേ വിൽ ബി ഹാവിങ് ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് വിൽ ബി ഹാവിങ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് അവഗാഡ്രോ പറഞ്ഞു. ഓക്കെ, അറ്റ് ദ ടൈം ഈ ലോ വിശ്വസിക്കാൻ എല്ലാവർക്കും ഭയങ്കര പ്രയാസമായിരുന്നു. ജോൺ ഡാൾട്ടൺ ഒക്കെ അന്നത് തള്ളിക്കളയുകയാണ് ചെയ്തത്. പക്ഷേ ലേറ്റർ ഇത് എക്സ്പെരിമെൻ്റലി പ്രൂവൺ ആയിട്ടുള്ള ലോ ആണ്. ഓക്കെ.